എപ്പിസോഡ് തുടങ്ങുന്ന നമ്മളുടെ ഹരാനെ കാണിച്ചുകൊണ്ടാണ്. അവളാണെങ്കിൽ ഇപ്പോൾ നേരെ നമ്മുടെ കഫേയിലായിട്ട് അങ്കിളിനെ കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് അങ്കിളാണെങ്കിൽ പറയും നമ്മളുടെ ചാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ വന്ന് അവൻ്റെ ID കാർഡും അവൻ്റെ സാധനങ്ങളിൽ കുറച്ചും എടുത്തുകൊണ്ട് പോയി എവിടെ പോയതാണെന്ന് ഒരു പിടിയുമില്ല എന്ന്. അവിടെ നമ്മളുടെ ഹരൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ ചാനിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, അതായത് കൂടെ വർക്ക് ചെയ്യുന്ന ഒരുത്തൻ, അവൻ വന്നിട്ട് നമ്മളുടെ ഹരാൻ്റെ അടുത്ത് പറയും യഥാർത്ഥത്തിൽ ചാനിന് എന്താ പറ്റിയത്, ഇപ്പം എന്താ സംഭവിച്ചതെന്നറിയാവോ, അവനാണെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ വിളിച്ചിട്ട് അവൻ ഈ ജോലി തന്നെ കളയുവാണെന്ന് പറഞ്ഞ് അവൻ്റെ ഇമെയിൽ പോലും ഡിലീറ്റ് ആക്കിയിട്ട് എവിടോട്ടോ പോയി, അവൻ്റെ ഒരു വിവരം ഇല്ല എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹരാൻ ഒത്തിരി ഷോക്കാവും. അവൾക്കൊന്നും മനസ്സിലാവത്തില്ല. ഇവിടെയായിട്ട് നമ്മളുടെ ഈ ചാനിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പറയുന്നത് തന്നെ എനിക്ക് തോന്നുന്നത് അവനിതെല്ലാം പ്രീ പ്ലാൻഡ് ആയിരുന്നു എന്നാണ്. അവനല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഇവനും അവിടെ നിന്ന് പോകും. നമ്മുടെ ഹരാൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡെസ്പായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ആ കഫേയുടെ അങ്കിളാണെങ്കിൽ ചാനിൻ്റെ ആ ഒരു ഐപാഡില്ലേ അതെടുത്തുകൊണ്ടൊന്ന് അവളുടെ കൊടുത്തിട്ട് പറയും ഇത് ചാൻ നിനക്ക് കുറച്ച് നാളായിട്ട് തരണമെന്ന് വിചാരിക്കുന്നതാ. പക്ഷെ അവനാണെങ്കിൽ തരാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അവനെ എങ്ങനെ ഇതൊക്കെ പറയണമെന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഇത്രയും ഡിലേ ആയത്. നിനക്ക് സമയം കിട്ടുമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നേരെയാക്കിയിട്ട് ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ നോക്ക്. അങ്ങനെ നമ്മളുടെ ഹരാനാണെങ്കിൽ ചാൻ്റെ റൂമിലായിട്ട് വന്നിട്ട് അവൻ എഴുതിയ ഒരു ഡയറിയില്ലേ അതൊക്കെ എടുത്തു വെച്ച് നോക്കും. അതിനകത്തൊരു ബ്രേസ്ലെറ്റ് കാണുന്നതും നമ്മളുടെ ഹരാൻ ഓർമ്മ വരും. അതായത് സൂചിന് എന്തെങ്കിലുമൊക്കെ അറിയായിരിക്കും എന്ന്. അങ്ങനെ അവളാണെങ്കിൽ ഓരോരോ കാര്യങ്ങളും നല്ല സമാധാനമായിട്ട് ഇരുന്ന് വായിക്കാനൊക്കെ തുടങ്ങും. ഇവിടെയായിട്ട് നമ്മളുടെ ഹരാനാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇപ്പോഴാണ് അവൾക്ക് സത്യം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഒരു ഐഡിയ തന്നെ കിട്ടുന്നത്. അങ്ങനെ നമ്മളുടെ ഹരാനാണെങ്കിൽ നേരെ സൂചിനെ കാണാൻ വേണ്ടിയിട്ട് വരും. അവളാണെങ്കിൽ അവിടെ ഭയങ്കര ഇമോഷണലായിട്ട് പറയും എന്നെ കാരണമാണ് ഞാനിപ്പോൾ ഇവിടുന്ന് പോയത്. അവൻ പറഞ്ഞ ഒരു വാക്ക് പോലും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് എനിക്കിവിടെ അറിയാം. ഇതെല്ലാം പാസ്റ്റുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ സൂചന ആണെങ്കിൽ കഴിഞ്ഞ കാലത്തെ കഥ പറയാനായിട്ട് തുടങ്ങും. ഇവിടെയായിട്ട് നമുക്ക് പാസ്റ്റിലെ കുറേ സീൻ കാണിക്കും. നമ്മളുടെ ഹരാനും അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ഇല്ലേ, ഇവർ രണ്ടുപേരും നല്ലൊരു ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരുന്നതുകൊണ്ട് തന്നെ പരസ്പരം സംസാരിക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ല. ഒരാൾ ഉറങ്ങുമ്പോൾ മറ്റേ ആൾ വർക്ക് ചെയ്യുമായിരിക്കും. അങ്ങനെ അവർക്കിടയിൽ വലിയ കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ലായിരുന്നു. ആ ഇടയ്ക്കാണ് നമ്മളുടെ ഹരാൻ്റെ എക്സ് ബോയ് ഫ്രണ്ടിന് ഒരു ആക്സിഡൻറ്റ്. ഈ സമയത്താണ് നമ്മളുടെ ഹരാൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരുന്നാലും നമ്മളുടെ ചാൻ്റെ അടുത്ത് പറയുന്നത് നീയാണെങ്കിൽ എനിക്ക് പകരമായിട്ട് ഹരാനൊന്ന് മെസ്സേജ് അയക്കണം എന്ന്. ആ സമയത്ത് അവിടെ വെച്ചിട്ട് ഈ എക്സ് ബോയ് ഫ്രണ്ട് ആണെങ്കിൽ നമ്മളുടെ സൂചിനെ കണ്ടുമുട്ടും. ഇവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര വലിയൊരു ബോണ്ടിങ് തന്നെ ഉണ്ടാവുന്നത്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫീലിങ്സ് വളരാനും തുടങ്ങും. അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ ഈ ഹരാൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ഈ സൂചന എന്ന് പറഞ്ഞ പെങ്കൊച്ചില്ലേ അവളുടെ കൂടെ കറങ്ങാനൊക്കെ പോകുന്നതാണ്. കറങ്ങാൻ പോകുന്ന സമയത്താണെങ്കിൽ ഇവൻ ആക്സിഡൻ്റലി എടുത്തുകൊണ്ട് പോകുന്നത് നമ്മളുടെ ചാനിൻ്റെ ലാപ്ടോപ്പായിരുന്നു. അങ്ങനെയാണ് 1 മന്തിലേക്ക് നമ്മളുടെ ഈ ചാനാണെങ്കിൽ ഹരാൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ഇതൊക്കെ സത്യം അറിയുന്നത് നമ്മളുടെ ഹരാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കാര്യം അവൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ സൂചന എന്ന് പറയുന്ന പെണ്ണാണെങ്കിൽ അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ തട്ടിയെടുക്കാൻ നോക്കിയിട്ടുണ്ട് എന്ന്. അവളിതൊക്കെ അറിഞ്ഞ് ഭയങ്കര ഷോക്കായിട്ട് അവിടെ നിന്ന് നടന്നു പോകാൻ ഒരുങ്ങും. പെട്ടെന്ന് തന്നെ സൂചന അവിടെ പറയും എനിക്ക് തോന്നുന്നത് ചാൻ ഈ നാട്ടിൽ നിന്ന് പോകാനുള്ള റീസൺ ഞാനാണ് എന്ന. ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലും ഒരു ഡോക്ടർ എന്നുള്ള രീതിയിലും ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അവൻ്റെ അടുത്ത് ചെയ്തത് എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹരാൻ കുറച്ചുകൂടെ ഒന്ന് ഷോക്കാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹരാൻ നേരെ ചാനിൻ്റെ വീടില്ലേ, അതായത് ആ കഫേ അതിൻ്റെ അടുത്തായിട്ട് വന്നിട്ട് എന്തോ ഒരു സാധനം തേടുന്നതാണ്. അത് വേറെ ഒന്നുമല്ല, നമ്മളുടെ ചാനാണെങ്കിൽ ഹരാന് കൊടുത്ത ആ പേന തന്നെയായിരുന്നു. ഇവിടെയായിട്ട് നമ്മുടെ ഹരാനാണെങ്കിൽ അവസാനം ആ പേന കണ്ടുപിടിക്കും. ഇവളാണെങ്കിൽ ആ പേന നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണലാവും. അവൾ പറയും ഇത് നീ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത പേനയല്ലേ എന്ന്. ഇവിടെ ഉള്ളൊരു ട്വിസ്റ്റ് ഉണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഹരാനാണെങ്കിൽ അവളുടെ ആ ഒരു എക്സ് ബോയ് ഫ്രണ്ട് ഇല്ലായിരുന്നോ, അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞെങ്കിലും അവൻ്റെ അടുത്ത് തിരിച്ച് ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അതിനുശേഷം ഇവർ തമ്മിൽ നല്ലതുപോലെ ചാറ്റ് ചെയ്യാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ചാറ്റ് ചെയ്യാൻ തുടങ്ങിയത് നമ്മളുടെ ഇപ്പോഴത്തെ നായകനായിട്ടുള്ള ചാൻ വന്നതിന് ശേഷമാണ്. അങ്ങനെ നമ്മളുടെ ചാനും ഹരാനും കൂടി ചാറ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഹരാന് അവളുടെ ആ ഒരു ബോയ് ഫ്രണ്ടിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ടുള്ള ഫീലിങ്സ് തോന്നിയത് തന്നെ. അതിൻ്റെ പേരിലാണ് അവൾ ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ബോസ്റ്റോണിൽ പോയത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മളുടെ ഹരാനാണെങ്കിൽ ആദ്യം തൊട്ടേ ഇഷ്ടപ്പെട്ടത് നമ്മളുടെ നായകനായിട്ടുള്ള ചാനിനെ തന്നെയായിരുന്നു. അവൻ്റെ അടുത്തായിരുന്നു അവൾക്ക് യഥാർത്ഥത്തിൽ ഫീലിങ്സ് ഉള്ളത്. എന്നാൽ അവൾ വിചാരിച്ചു വെച്ചിരുന്നത് അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ചാനിൻ്റെ അടുത്താണെന്നാണ്.
പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ഹയോങ്ങിനെയാണ്. അവളാണെങ്കിൽ മിസ്റ്റർ യുവിനെ കാണുന്നതും ഭയങ്കരമായിട്ട് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് പറയും, ഞാനൊരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ഥലം വരെ പോകുക, നീ വരുന്നുണ്ടോ എന്ന്. അപ്പോൾ നമ്മളുടെ മിസ്റ്റർ യുൻ പറയും, ഞാൻ കുറച്ച് ബിസിയാണ്, ബിസി അല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിൻ്റെ കൂടെ വന്നേനെ എന്ന്. ഇവിടെ നമ്മളുടെ ഹയോങ് ഓക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ ഹദാമിനെ. അവൾ ഹോസ്പിറ്റലിൽ വന്ന് നോക്കുമ്പോൾ അവിടെയായിട്ട് യുഗ്യോമിനെ കാണത്തില്ല. അവൾ പെട്ടെന്ന് തന്നെ ഭയങ്കര ഷോക്കായിട്ട് അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കും. യുഗ്യോമിനെ വിളിച്ചിട്ട് കോള് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് അറിയുന്നത് യുഗ്യോം ആണെങ്കിൽ അവൻ്റെ ആ ഒരു കളിയും സംഭവങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം അവനിപ്പോൾ ഡ്രോപ്പ് ചെയ്തിട്ട് എല്ലാം വേണ്ടെന്ന് വെച്ചിട്ടിരിക്കുക എന്ന്. ഇതറിഞ്ഞ് നമ്മളുടെ ഹദാം വേഗം തന്നെ അവനെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലും. എന്നിട്ട് അവൾ അവനെ കണ്ട ഉടനെ പറയും, നീ എന്തിനാ ഇങ്ങനെ തോൽവി സമ്മതിച്ചു കൊടുക്കുന്നേ? നീ ഒരിക്കലും തോക്കാൻ പോകുന്നില്ല, നീ ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. നീ ജയിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് നിനക്ക് ട്രൈ എങ്കിലും ചെയ്യാമല്ലോ, ഇല്ലാന്നുണ്ടെങ്കിൽ നീ ലൈഫ് ലോങ് ഭയങ്കര റിഗ്രറ്റ് അടിച്ചിരിക്കുമെന്ന്. ഇതൊക്കെ കേൾക്കുന്നതിന് നമ്മളുടെ യുഗ്യോമിനായിരുന്നാലും ഭയങ്കര മോട്ടിവേഷൻ കിട്ടും. അവൻ തീരുമാനിക്കും അവൻ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യത്തില്ല എന്ന്. അങ്ങനെ അവൻ ഓടി വന്ന് നമ്മളുടെ ഹദാമിനെ അങ്ങ് കെട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ മിസ്റ്റർ യുന്നെയാണ്. അവനാണെങ്കിൽ ഹയോങ് പറഞ്ഞ ആ ഒരു മീറ്റിംഗ് ഇല്ലേ, അതിന് അവളുടെ കൂടെ പോവാന്ന് പറഞ്ഞ ആ ഒരു ആളിനെ വിളിക്കും. പെട്ടെന്ന് തന്നെ ആള് പറയും, ആ മീറ്റിംഗ് ഓൾറെഡി ക്യാൻസൽഡ് ആണ്, ഞാനാണെങ്കിൽ ഹയോങ്ങിന് മെസ്സേജ് അയച്ചായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ മിസ്റ്റർ യുനൊന്നും മനസ്സിലാവത്തില്ല. അവൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹയോങ്ങിൻ്റെ ഫോണിലായിട്ട് വിളിക്കും. എന്നാൽ അവളാണെങ്കിൽ ഫോൺ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അവൾ ഓഫീസിൽ വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇതറിയുന്നത് നമ്മുടെ മിസ്റ്റർ യുൻ ഭയങ്കരമായിട്ട് പാനിക്കാവും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ന്യൂസിലൊക്കെ പറയുന്നുണ്ട്, ഇന്നാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള മഞ്ഞുവീഴ്ച കാണും, എല്ലാവരും സേഫായിട്ടിരിക്കണം എന്ന്. അത് കണ്ടിട്ട് നമ്മളുടെ മിസ്റ്റർ യു നേരെ ഹയോങ്ങിനെ തിരക്കി പോകാനൊരുങ്ങും. ഹയോങ് ആയിരുന്നാലും ഒരു സ്ഥലത്തായിട്ട് ഇപ്പോൾ പെട്ട് കിടക്കുമായിരുന്നു. അവൾ വിചാരിക്കും, ദൈവമേ ഞാൻ ഈ കാറിൽ ഇരുന്ന് ചത്തുപോകുമോ എന്ന്. കാര്യം അത്രയ്ക്കും മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നു. അവൾക്ക് വണ്ടി എടുക്കാൻ പറ്റാത്ത രീതിയിൽ അവൾ കുടുങ്ങിയിരിക്കുകയാണ്. അവിടെയായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളുടെ മിസ്റ്റർ യുൻ വരും. ഇവനെ കാണുന്നേ നമ്മുടെ ഹയോങ് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അവൾ ചോദിക്കും, നീ ഇവിടെ എന്തെടുക്കുക എന്ന്. എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മളുടെ ഈ മിസ്റ്റർ യുനാണെങ്കിൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കോട്ടും അതേപോലെ സ്കാർഫും എല്ലാം അവക്കങ്ങ് കൊടുക്കും. എന്നിട്ട് രണ്ടുപേരും കാറിലായിട്ടിരിക്കും. പെട്ടെന്ന് തന്നെ ഹയോങ് ആയിരുന്നാലും മിസ്റ്റർ യുനെടുത്ത് പറയും, നീ ഇതെല്ലാം വെച്ചോ, എന്തായിരുന്നാലും നീ എന്നെ ഇത്രയും നന്നായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയും ഇതേപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇനിയും വേണ്ടാത്തയൊക്കെ ചിന്തിച്ചു കൂട്ടും. എനിക്കറിയാം ഹരാനായിരുന്നാലും ഹദാമായിരുന്നാലും നീ ഇതേപോലെ തന്നെയായിരിക്കും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ മിസ്റ്റർ യുനാണെങ്കിൽ ലൈഫിൽ ആദ്യമായിട്ട് അവളുടെ അടുത്ത് പറയും, അങ്ങനെയല്ല എന്ന്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എനിക്ക് യഥാർത്ഥത്തിൽ നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് നിൻ്റെ അടുത്ത് ഒടുക്കത്തെ ഫീലിങ്സും ഉണ്ട്. പക്ഷേ ഞാനതാണെങ്കിൽ തുറന്നു പറയാൻ ഇത്രയും കാലം മടിച്ചിരുന്നത് തന്നെ നീ കിംനാനയുടെ ചെറുമോളായതുകൊണ്ടാണ്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് അർഹനല്ല എന്ന് ആലോചിച്ചിട്ട്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ഹയോങ് ഞെട്ടിത്തരിച്ചിരിക്കും. അവള് പറയും, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങനെ റിലേഷൻഷിപ്പിലാവും. രണ്ടുപേരും ഇപ്പോൾ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നേ നമ്മളുടെ ഹരാനെയാണ്. അവളുടെ അടുത്തായിട്ടൊരു പെണ്ണാണെങ്കിൽ പാഴ്സലുമായിട്ട് വരും. അത് വേറൊന്നുമല്ല, നമ്മളുടെ ചാൻ്റെ മുത്തശ്ശിയാണെങ്കിൽ ചെയ്തു കൊടുത്ത നമ്മുടെ ഹരാൻ്റെ അമ്മയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേറ്റ് ഇല്ലേ, അത് തന്നെയായിരുന്നു. ആ പ്ലേറ്റിന് നല്ല കിടിലമായിട്ട് അവർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ അതിനകത്തൊരു നോട്ടും എഴുതിയിട്ടുണ്ട്. ഇതാണെങ്കിൽ നമ്മുടെ ഹരാൻ വായിച്ചു നോക്കുമ്പോൾ പറയുന്നത് തന്നെ നമ്മുടെ ലൈഫിൽ പല പല സംഭവങ്ങൾ നടക്കും. സത്യം പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മളത് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി സൂപ്പർ തന്നെ ആയിരിക്കും എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹരാനൊരു കാര്യം തീരുമാനിക്കും. അതായത് നമ്മുടെ ചാനിൻ്റെ ആ ഒരു ഐപാഡ് കണക്കത്തെ സാധനമില്ലേ, അത് നേരെയാക്കാൻ കൊടുക്കണം എന്ന്. അങ്ങനെ അവളാണെങ്കിൽ കുറേ ടെക്നീഷ്യന്മാരെയൊക്കെ കാണും. അവരെല്ലാവരും പറയുന്നത് ഇത് 10 വർഷം പഴക്കമുള്ള സാധനമാണ്, ഇതിൻ്റെ പാർട്സ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹരൻ ഭയങ്കരമായിട്ടങ്ങ് സങ്കടത്തിലാവും. അവൾ അവസാനം ഇതേ മോഡലിൽ തന്നെയുള്ള ഒരു ടാബ് വേറൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കും. എന്നിട്ട് ഈ ടാബ് കൊണ്ടുവന്ന് ആ ടെക്നീഷ്യനെ കാണിച്ചിട്ട് പറയും, അറ്റ്ലീസ്റ്റ് പഴയ ടാബിനകത്തുള്ള ഡേറ്റാസിനെ ഇതിലോട്ട് ട്രാൻസ്ഫർ ആക്കി തന്നാലും മതിയെന്ന്. അങ്ങനെ അയാൾ അതെല്ലാം ചെയ്തു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഹരാനാണെങ്കിൽ ഈ ടാബ് ഓപ്പൺ ചെയ്യുന്നതാണ്. അതിനകത്ത് നമ്മളുടെ ചാനിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഫോൾഡർ തന്നെ ഉണ്ടായിരുന്നു. ഇതിനകത്തായിട്ട് നമ്മളുടെ ചാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ എൻ്റെ വേൾഡിൽ തന്നെ സ്റ്റക്കായിട്ടിരുന്ന സമയം, ആ സമയത്താണ് ഹെയ്ച്ചാനാണെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, ഞാൻ നിനക്ക് മെസ്സേജ് അയക്കണം, അവൻ്റെ കൈക്ക് സുഖമില്ല എന്ന്. അങ്ങനെ ഞാൻ നിനക്ക് മെസ്സേജ് അയക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ആ ടൈമിൽ എനിക്ക്
മനസ്സിലായി നീയും എന്നെ പോലെ തന്നെ ഒരു ലോൺലി ആയിട്ടുള്ള ഒരാളാണ് എന്ന്. നിൻ്റെ സംസാരം എനിക്ക് ഒരുപാട് ആശ്വാസം തന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് വീണ്ടും കണ്ടിന്യൂ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയത്. എന്തോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്ലൈഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചാൻ വരച്ചു വെച്ചിരിക്കുന്ന ഒരു പേനയാണ്. അതിലെഴുതിയിരിക്കും, അതായത് ഹെയ്ച്ചാൻ്റെ കൈ വയ്യാണ്ടായപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണം എന്ന്. നീ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ മൈൻഡിലോട്ട് ആദ്യം വന്നത് ഒരു പേനയായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊരു പേന തന്നെ ചൂസ് ചെയ്തത്. അത് കസ്റ്റം മെയ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനതിൽ നിൻ്റെ പേരും എൻക്രൈവ് ചെയ്തെടുത്തു. അതാണ് ഞാൻ നിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് നിനക്ക് അയച്ചു തന്നത്. മൂന്നാമത്തെ സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു ആനിമേഷൻ ആയിരുന്നു. അതിനകത്ത് നമ്മളുടെ ചാനാണെങ്കിൽ ഒരു വിൻഡോയുടെ മുകളിൽ നിന്ന് ചാടാൻ നിൽക്കുന്നത് പോലെയാണ് അതിലവൻ എഴുതിയിരിക്കും. അതായത് നമ്മളുടെ ഈ ഹെയ്ച്ചനാണെങ്കിൽ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് വെക്കേഷന് പോയ സമയത്ത് അവൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. അവൻ്റെ അച്ഛൻ അവനെ അടിച്ചു, അവൻ്റെ ലൈഫ് തന്നെ മിസറബിൾ ആയതുപോലെ തോന്നി. അങ്ങനെ അവനാണെങ്കിൽ ഒരു തീരുമാനമെടുക്കും, അവൻ്റെ ജീവൻ അങ്ങ് ഇല്ലാണ്ടാക്കാമെന്ന്. അങ്ങനെ അവൻ വിൻഡോയുടെ മുകളിൽ നിന്ന് ചാടാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് കറക്റ്റായിട്ട് നിൻ്റെ മെസ്സേജ് വരുന്നത്. ആ മെസ്സേജിൻ്റെ സൗണ്ട് കേട്ട് ഡിസ്ട്രാക്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ വന്ന് മെസ്സേജ് നോക്കിയപ്പോൾ നീ എഴുതിയിരിക്കുന്നത് ഞാൻ നിൻ്റെ സേവിയർ ആണ് എന്ന. ഇത് കേട്ടത് പിന്നെ എനിക്കാണെങ്കിൽ എൻ്റെ ലൈഫ് ഭയങ്കര പ്രഷ്യസ് ആയിട്ട് ഫീൽ ചെയ്തു. അതായത് നീ തന്നെയാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്. ഇത് വായിക്കുന്നത് നമ്മളുടെ ഹരാനാണെങ്കിൽ ചാ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അവൻ ഓൾറെഡി ഇവളെടുത്ത് പറഞ്ഞിട്ടുണ്ട് നീ എൻ്റെ ലൈഫ് രക്ഷിച്ചിട്ടുണ്ട് എന്ന്. എന്നാൽ അതൊന്നും നമ്മളുടെ ഹരാനാണെങ്കിൽ മൈൻഡ് ആക്കിയിട്ടേ ഇല്ല. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചാനാണെങ്കിൽ മഴയത്തെ എൻജോയ് ചെയ്യുന്നതാ. അതിനകത്ത് നമ്മളുടെ ചാനാണെങ്കിൽ എഴുതിയിരിക്കും, അതായത് നിന്നെ കാരണമാണ് ഞാൻ ആദ്യമായിട്ട് ചിരിക്കാൻ പഠിച്ചത് എന്ന്. എൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ലൈഫിനെ കളർഫുള്ളാക്കി മാറ്റിയതേ നീയാണ്. അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ആനിമേഷനിൽ എഴുതിയിരിക്കുന്നത് എൻ്റെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സീന. ഇവിടെയായിട്ട് നമ്മളുടെ ചാൻ പറയും, എല്ലാവരും പറഞ്ഞിരുന്നത് കോമയിൽ കിടക്കുന്ന ഞാൻ ഒരിക്കലും എഴുന്നേൽക്കത്തില്ല എന്ന്. എന്നാൽ ആ സമയത്ത് എൻ്റെ മൈൻഡിലോട്ട് വന്നിരുന്ന ഒരേ ഒരു പെൺകുട്ടിയുടെ മുഖം അത് നിൻ്റേതായിരുന്നു. എന്നാൽ നീ ആരാണെന്നോ എന്താണെന്നോ എനിക്കൊന്നും അറിയത്തില്ല. അങ്ങനെ ഞാൻ കോമയിൽ നിന്ന് എഴുന്നേറ്റു. അവസാനം കൊറിയയിൽ വന്ന സമയത്ത് ഞാൻ നിന്നെ ആക്സിഡൻ്റലി കണ്ടു. നിന്നെ കണ്ടപ്പോൾ നിന്നോട് വന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരുങ്ങിയത്. എന്നാൽ ആ മൊമെൻറ്റിലാണ് എനിക്ക് കുറേ മെമ്മറീസ് വന്നത്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഞാൻ നിൻ്റെ ബോയ് ഫ്രണ്ട് ഒന്നും ആയിരുന്നില്ല, പകരം നീ എന്ന് പറയുന്ന എൻ്റെ റൂംമേറ്റിൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു എന്ന്. അതായത് നിന്നെ സംബന്ധിച്ച് ഞാൻ കംപ്ലീറ്റ്ലി ഒരു സ്ട്രേഞ്ചർ മാത്രമാണ്, പക്ഷേ നീ എനിക്ക് അന്നും ഇന്നും സ്പെഷ്യൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ലൈഡിൽ കാണിക്കുന്ന നമ്മളുടെ ചാനിൻ്റെ ദേഹത്തായിട്ട് അവൻ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു ടാറ്റു ഇല്ലേ, അതിനെപ്പറ്റി പറയുന്നതാ. ഇത്രയും കാലം അവൻ ഇരുട്ടത്ത് ജീവിച്ചതുകൊണ്ട് തന്നെ അവൻ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കും, ഇനി ഒരിക്കലും ഞാൻ പഴയതുപോലെ ജീവിക്കത്തില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവൻ പറയും, ഞാനതുകൊണ്ട് തീരുമാനിച്ചത് എൻ്റെ ലൈഫ് എനിക്ക് കംപ്ലീറ്റ്ലി ചേഞ്ച് ആക്കണമെന്ന്. അങ്ങനെ ഞാൻ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്തു, ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ വിധി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാൻ അവസാനം നിന്നെ മീറ്റ് ചെയ്തു. നിന്നെ കണ്ട സമയത്ത് എനിക്ക് പൊട്ടിക്കരയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ എന്നെ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. എന്നാൽ അവസാനം നിൻ്റെ ആ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നീ എന്തുമാത്രം തകർന്നിരിക്കുക, നീ എന്തുമാത്രം ലോൺലിയാ എന്ന്. അപ്പോൾ എനിക്ക് അടങ്ങിയിരിക്കാൻ തോന്നിയില്ല. എൻ്റെ ബർത്ത്ഡേയുടെ അന്നായിരുന്നാലും ഞാൻ സ്വന്തമായിട്ട് വിചാരിച്ചിരുന്നത് നിൻ്റെ അടുത്ത് എല്ലാ സത്യവും തുറന്നു പറയണമെന്നാണ്. പക്ഷേ നിൻ്റെ മുഖത്ത് നോക്കിയിട്ട് സത്യം പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതേപോലൊരു ആനിമേഷൻ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ മനസ്സ് എപ്പോഴും നിൻ്റെ കൂടെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നേ. എന്നാൽ എനിക്ക് നന്നായിട്ടറിയാം ഞാൻ അതിനൊട്ടും അർഹനല്ല എന്ന്. ഞാനാണെങ്കിൽ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് നിൻ്റെ അടുത്ത് എല്ലാ സത്യവും വന്ന് പറയണം, നീ ഈ സത്യമൊന്നും വേറെ ആരും വഴി അറിയരുത്, ഞാൻ പറഞ്ഞിട്ട് തന്നെ അറിയണമെന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ഹരാൻ ഒരു കാര്യം മനസ്സിലാവും. അതായത് ഇത്രയും നാളും നമ്മുടെ ചാനാണെങ്കിൽ ഒരു പെണ്ണിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നില്ലേ, അതായത് അവൻ്റെ ലൈഫ് രക്ഷിച്ച അവൻ്റെ സേവിയർ, അത് വേറെ ആരുമല്ല നമ്മളുടെ ഹരാൻ തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലാവും. അതറിയുന്നത് നമ്മളുടെ ഹരാൻ അവിടെ പൊട്ടിക്കരയാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ കിംനാനേനെയാണ്. ഇപ്പോൾ ഒരുപാട് സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കിംനാനെ ആയിരുന്നാലും ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മളുടെ അങ്കിളും ഉണ്ട്. ഇവിടെയായിട്ട് നമ്മളുടെ കിംനാനെയും അങ്കിളൊക്കെ തീരുമാനിക്കും നമുക്ക് എവിടെയെങ്കിലൊക്കെ ട്രിപ്പ് പോകണോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ യുഗ്യോമിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അവൻ്റെ കാലൊക്കെ ഇപ്പോൾ ഏകദേശം ഓക്കെ ആയി വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ ഹദാം വന്നിട്ട് പറയും, നീ അറിഞ്ഞോ ഞാൻ എൻ്റെ എക്സാം പാസ്സായി, എനിക്ക് ഉടനെ തന്നെ ഡോക്ടർ ആവാമെന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യുഗ്യം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവിടെ കിടന്ന് ചാടാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ അവൻ്റെ ഫ്രണ്ട് ആയിരുന്നാലും അവിടെ വന്നിട്ട് പറയും, എനിക്കൊരു ടീമിൽ സെലക്ഷൻ കിട്ടിയെന്ന്. ഇത് കേൾക്കുന്നേ യുഗ്യോമിന് കുറച്ചുകൂടി സന്തോഷമാവും. ഇവർ മൂന്നുപേരും കൂടി അവിടെ കിടന്ന് ചാടാൻ തുടങ്ങും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഹയോങ്ങും അതേപോലെ തന്നെ മിസ്റ്റർ യൂനും കൂടി
ലിഫ്റ്റിലായിട്ട് കയറുന്നതാണ്. ഇവിടെയായിട്ട് ഹയോങ് ഭയങ്കരമായിട്ട് പരാതി പറയും, നമ്മളിപ്പോൾ റിലേഷൻഷിപ്പിലായിട്ടും നിങ്ങൾ എന്നെ പഴയതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യുന്നതെന്ന്. ഉടനെ തന്നെ മിസ്റ്റർ യൂനാണെങ്കിൽ ഇവളുടെ അടുത്ത് ഒരു ഡിന്നർ കഴിക്കാൻ പോയാലോ എന്ന് ചോദിക്കും, അതും ഒറ്റയ്ക്ക്. ഇത് കേൾക്കുന്ന ഹയോങ്ങിന് ഭയങ്കര സന്തോഷമാവും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഇവിടെ എല്ലാവരുടെയും ലൈഫ് ചെറുതായിട്ട് ഇങ്ങനെ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. എല്ലാവരും ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. എന്നാൽ ഇവിടെയായിട്ട് ഒരാൾ മാത്രമാണ് സങ്കടത്തിൽ നിൽക്കുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹരാൻ തന്നെയാണ്. അവൾ ഇപ്പോഴും നമ്മളുടെ ചാനലിനെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്ന കുറച്ച് നാളിന് ശേഷമാണ്. ഇവിടെയായിട്ട് നമ്മളുടെ ചാനാണെങ്കിൽ ഇപ്പോഴും കൊറിയയിൽ തന്നെ ഉണ്ട്. അവനാണെങ്കിൽ ഒരു പൂവിനെ കാണുന്നതും അതിൻ്റെ അടുത്തായിട്ടൊരു സ്കെച്ച് വരച്ചിട്ട് അതിലൊരു ക്ലൗഡിൻ്റെ പടവും വരച്ചു വെച്ചിട്ട് പോവും. അത് കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. ഈ ഒരു റെയിൻബോയുടെ ആ ഒരു ലോഗോ വെച്ചിട്ടുള്ള സ്കെച്ചില്ലേ, അത് ഭയങ്കരമായിട്ട് വൈറലാവാൻ തുടങ്ങും. എല്ലായിടത്തും അങ്ങനെയുള്ള പടങ്ങൾ കാണാൻ തുടങ്ങും. അതായത് നല്ലതുപോലെ സ്കെച്ച് ചെയ്തിട്ട് താഴെയായിട്ട് പേരിന് പകരമായിട്ട് ലോഗോ ആയിട്ട് ഈ ക്ലൗഡിൻ്റെ പടവാ വരച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങും. അവസാനം ഇത് നമ്മളുടെ ഹരാൻ്റെ ചെവിയിലും എത്തും. അവളായിരുന്നാലും ഈ ക്ലൗഡ് കാണുന്നതും ഒക്കെ ഓർമ്മ വരും. നമ്മളുടെ ചാനാണെങ്കിൽ അവളുടെ പേനയ്ക്കകത്തും ഇതേ ക്ലൗഡിൻ്റെ പടം തന്നെ അല്ലായിരുന്നു മുമ്പ് വരച്ചു കൊടുത്തത്. അപ്പോൾ നമ്മളുടെ ഹരാനാണെങ്കിൽ കൺഫേം ആകും. അതായത് ചാനാണെങ്കിൽ അവനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു മാർക്ക് ഇട്ടിട്ട് പോയിരിക്കുക എന്ന്. അങ്ങനെ നമ്മളുടെ ഹരാനാണെങ്കിൽ ഇവൻ എവിടെയൊക്കെയാണോ പടം വരച്ചിട്ടുള്ളത് അവിടെ എല്ലാം തിരക്കി പോവും. അതായത് നമ്മളുടെ ഈ ചാനലിന് വേണ്ടിയിട്ടൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്. അതിനകത്ത് അവൻ വരയ്ക്കുന്ന പടങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യാറുമുണ്ട്. അങ്ങനെ നമ്മളുടെ ഹരാനാണെങ്കിൽ ലാസ്റ്റായിട്ട് അവൻ ഏത് സ്ഥലത്താണോ വന്ന് വരച്ചത് ആ സ്ഥലത്ത് വന്നിട്ട് ഇവനെ പറ്റിയിട്ട് തിരക്കും. എന്നാൽ അവിടെ വരുന്ന എല്ലാവരും പറയും ഇയാളൊരു 4 മണിക്കൂർ മുന്നേ ഇവിടുന്ന് പോയായിരുന്നു എന്ന്. ഇത് കേട്ടിട്ട് നമ്മളുടെ ഹരാനാണെങ്കിൽ വീണ്ടും വേറുള്ള സ്ഥലത്തല്ല അന്വേഷിക്കാൻ തുടങ്ങും. ഫൈനലി അവൾ ഒരു കപ്പിളിൻ്റെ ഫോട്ടോ കണ്ടുപിടിക്കും. അതായത് തൊട്ട് മുന്നായിട്ട് ഇവൻ വരച്ചു കൊടുത്തിട്ട് പോയതായിരുന്നു. നമ്മളുടെ ഹരാനാണെങ്കിൽ ഇവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അതേസമയം തന്നെ നമ്മളുടെ ചാനലിനെ കാണിക്കും. അവനാണെങ്കിൽ ആ സ്ഥലത്തോട് ഇങ്ങനെ നടന്നു വരുന്നതും പെട്ടെന്ന് തന്നെ അവൻ്റെ മുമ്പിലായിട്ട് ഒരാൾ വന്ന് നിൽക്കും. അത് വേറെ ആരുമല്ല, നമ്മളുടെ ഹരാൻ തന്നെയായിരുന്നു. അവളുടെ പേനയായിരുന്നാലും ഇവൻ്റെ അടുത്തോട്ട് ഉരുട്ടി വിടും. ഇവൻ ആ പേന എടുത്ത് നോക്കുന്നതും ഭയങ്കര ഇമോഷണലാവും. ഉടനെ തന്നെ ഹരാൻ പറയും, അയ്യോ സോറി, എൻ്റെ പേന വീണ്ടും നിൻ്റെ അടുത്തോട്ട് വന്നായിരുന്നു അല്ലേ എന്നും പറഞ്ഞിട്ട് അവൾ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കും. ഇവിടെയായിട്ട് നമ്മുടെ ചാനലിനും എന്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പം നമ്മളുടെ ഹരാൻ പറയും, നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. എനിക്ക് സത്യം എല്ലാം മനസ്സിലായി. നിൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലയെന്ന് എനിക്കറിയാം. ഞാൻ നിന്നെ വെറുതെ കുറ്റപ്പെടുത്തിയതെന്നും പറഞ്ഞിട്ട് അവൾ അവനെ കെട്ടിപ്പിടിക്കും. യഥാർത്ഥത്തിൽ നമ്മളുടെ ചാനാണെങ്കിൽ അവിടുന്ന് പോകാനുള്ള റീസൺ തന്നെ കുറ്റബോധം കാരണമാണ്. അവൻ വിചാരിച്ചു വെച്ചിരുന്നത് ആ ബ്ലാസ്റ്റ് ഉണ്ടാവാനുള്ള റീസൺ തന്നെ അവനാണ് എന്നല്ലേ. ഇവിടെയായിട്ട് നമ്മളുടെ ഹരാൻ പറയും, അതൊന്നും അല്ല സത്യം. സൂചന എൻ്റെ അടുത്ത് സത്യമെല്ലാം പറഞ്ഞു, എനിക്ക് എല്ലാം അറിയാം എന്നും പറഞ്ഞിട്ട് നമ്മളുടെ ഹരാൻ നടന്ന കാര്യം എല്ലാം പറയും. ഇവിടെയായിട്ട് നമുക്ക് ആ ടൈമിലുള്ള ഫ്ലാഷ് ബാക്ക് കാണിക്കും. സൂചൻ നമ്മളുടെ ഹരാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് യഥാർത്ഥത്തിൽ ആ ബ്ലാസ്റ്റ് നടക്കാനുള്ള റീസൺ എൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് തന്നെയാണ്, അല്ലാണ്ട് ചാനൊന്നും അല്ല. ഞാനാണെങ്കിൽ ഹെയ്ചാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചാൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത്. അതായത് ബ്ലാസ്റ്റ് ഉണ്ടാവാനുള്ള റീസൺ നീയാണ് എന്ന്. അതും വിശ്വസിച്ചിട്ടാണ് അവൻ ഇവിടുന്ന് തന്നെ പോയത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹരാനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അവൾ ഇക്കാര്യം നമ്മളുടെ ചാൻ്റെ അടുത്ത് പറയുന്നതും അവനാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരാൻ തുടങ്ങും. അവൻ്റെ അവസ്ഥ ഇപ്പോൾ നല്ലതുപോലെ മോശമായിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമുക്ക് ആ സമയത്തുള്ള സീൻ കാണിക്കും. ഇപ്പം നമ്മളുടെ ചാനലെല്ലാം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ നായകനായിട്ടുള്ള ചാനാണെങ്കിൽ ഹെയ്ചാൻ്റെ അടുത്ത് പറയും, 1 മാസമായിട്ട് ഞാൻ ഹരാൻ്റെ അടുത്ത് ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന്. എന്നാൽ ഇവിടെയായിട്ട് നമ്മളുടെ ഹെയ്ചാൻ്റെ റിപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്തിനാ അങ്ങനെ സംസാരിച്ചത്, നിനക്ക് എന്താ സന്തോഷമായോ, നിന്നെ ആൾക്കാർ പരിഗണിക്കുന്ന കണ്ടപ്പോൾ അതങ്ങ് ഇഷ്ടപ്പെട്ടല്ലേ. ഞാൻ യഥാർത്ഥത്തിൽ ഹരാൻ്റെ അടുത്ത് ബ്രേക്കപ്പ് പറയാനിരിക്കുമായിരുന്നു. ഞാൻ ഇനി എങ്ങനെ അവളുടെ അടുത്ത് പറയും, നീ എല്ലാം കുളവാക്കിയെന്നും പറഞ്ഞിട്ട് നമ്മളുടെ ഈ ഹെയ്ചാനാണെങ്കിൽ നമ്മളുടെ ചാൻ്റെ മുഖത്തിട്ടൊരു ഇടി വെച്ചു കൊടുക്കും. യഥാർത്ഥത്തിൽ നമ്മളുടെ ചാനാണ് അവിടെ ചെന്ന് വീണിട്ട് അവിടുത്തെ ക്യാൻ താഴെ വന്ന് വീഴുന്നത്. അവിടെയായിട്ട് കറക്റ്റ് സമയത്ത് തന്നെ സൂചിന് എത്തിയിട്ടുണ്ടായിരുന്നു. അവളാണെങ്കിൽ പറയും, നിങ്ങളൊന്ന് അടങ്ങിയിരിക്കുന്നുണ്ടോ. ഇവിടെയായിട്ട് നമ്മളുടെ ചാനായിരുന്നാലും നല്ല സങ്കടം ഉണ്ടായിരുന്നു. അവൻ അവിടെ നിന്ന് അങ്ങ് പോവും. ഇവിടെയായിട്ട് നമ്മളുടെ ഈ ഹെയ്ചനാണെങ്കിൽ സിഗരറ്റ് വെച്ചിട്ട് അവൻ ആ ലൈറ്റർ കത്തിക്കാൻ നോക്കുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ സൂചിൻ പറയും, ഇതൊരു ലാബാ, നിനക്കത് ഓർമ്മ വേണോ എന്ന്. എന്നിട്ട് അവൾ പറയും, നീയല്ലേ ഇവിടെ തെറ്റുകാരൻ, നീയല്ലേ നിൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ അടുത്ത് ബ്രേക്കപ്പ് പറയേണ്ടത്, അതേപോലെ നീ എന്തിനാ നിൻ്റെ ദേഷ്യം മൊത്തം അവൻ്റെ അടുത്ത് ഇറക്കുന്നത്, നിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു ഇതല്ലാന്നും പറഞ്ഞിട്ട് സൂചിനും അവിടെ നിന്ന് അങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഈ ഹെയ്ച്ചനാണെങ്കിൽ അവിടെ നിന്ന് സിഗരറ്റ് കത്തിക്കാൻ നോക്കുന്നതാണ്. അവൻ്റെ ലൈറ്റർ നല്ലതുപോലെ കത്തുന്നില്ലായിരുന്നു. അതേസമയം തന്നെ നമ്മളുടെ ചാനിനായിരുന്നാലും ലാപ്ടോപ്പിൽ മെസ്സേജ് വരും, ഹരാനാണെങ്കിൽ ബോസ്റ്റോണിലെത്തിയെന്ന്. ഇവനിത് കാണുന്നതും അത് പറയാൻ വേണ്ടിയിട്ട് ഹെയ്ച്ചൻ്റെ അടുത്തോട്ട് ഓടുന്നതാണ്. അതേസമയം തന്നെ ഹെയ്ച്ചനായിരുന്നാലും
ആയിരുന്നാലും ലൈറ്റർ കത്തിക്കുന്നേ പെട്ടെന്ന് തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് ഒരു ബോട്ടിൽ താഴെ വന്ന് വീഴും. അവനാണെങ്കിൽ അത് പിടിക്കാൻ വേണ്ടി വരുന്നതാ. എന്നാൽ കറക്റ്റ് സമയത്ത് തന്നെ ലൈറ്ററും കത്തി അതും താഴെ വന്ന് വീണ് അവിടെ വലിയൊരു ബ്ലാസ്റ്റ് തന്നെ നടക്കും. ഇങ്ങനെയാണ് നമ്മളുടെ ചാനിനായിരുന്നാലും ഹെയ്ച്ചനായിരുന്നാലും വലിയൊരു അപകടം തന്നെ പറ്റുന്നത്. ഇതിനകത്ത് നമ്മളുടെ ചാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അവനും ഇതിനകത്തൊരു വിക്റ്റിം ആവുക ചെയ്തത്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ചാനാണെങ്കിൽ പ്രസൻറ്റ് ടൈമിൽ ഹോസ്പിറ്റലായിട്ട് കിടക്കുന്നതാ. ഇവിടെയായിട്ട് നമ്മളുടെ ചാൻ കണ്ണു തുറക്കുന്നതും കാണും. നമ്മളുടെ ഹരാനായിരുന്നാലും ഇവൻ്റെ തൊട്ടടുത്തായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ചാൻ അവിടെ നിന്ന് എഴുന്നേറ്റങ്ങ് പോകും. ഹരാനാണെങ്കിൽ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവൻ്റെ പൊടി പോലും ഇല്ല. അങ്ങനെ ഹരാൻ ഭയങ്കര ടെൻഷൻ അടിച്ച് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മളുടെ ചാൻ ഇവളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നു. പെട്ടെന്ന് തന്നെ ചാനാണെങ്കിൽ ഇവളുടെ നേർക്ക് വന്നിട്ട് പറയും, എനിക്കിപ്പോൾ കൺഫേം ആയിട്ട് പറയാം, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന്. ഞാൻ ഇനിയിപ്പോൾ ഒന്നിലും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, എനിക്കെല്ലാം ഓർമ്മ വന്നു. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കിസ് ചെയ്യും. പിന്നീട് കാണിക്കുന്ന ബാക്കിയുള്ള എല്ലാ കപ്പിൾസിൻ്റെയും ക്യൂട്ട് മൊമെൻറ്റ്സ് ആണ്. ഇവിടെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഫൈനലായിട്ട് കാണിക്കും നമ്മളുടെ കിംനാനയുടെയും അതേപോലെ കഫേയുടെ അങ്കിളില്ലേ, ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം നടക്കുന്നത്. ഇതിലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും എൻജോയ് ചെയ്തിട്ട് നല്ലതുപോലെ ആ ഒരു വെഡ്ഡിങ് ഒക്കെ നടത്തും. അത് കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് കാണിക്കുന്നത് നമ്മളുടെ ചാനും അതേപോലെ തന്നെ ഹരാനും ഒരു ബീച്ചിലായിട്ട് ഇരിക്കുന്നതാണ്. ഇവിടെയായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളുടെ ഹരാനാണെങ്കിൽ ചാനിൻ്റെ നല്ലൊരു പടമാണ് വരയ്ക്കുന്നത്. ഇവിടെയായിട്ട് ചാനാണെങ്കിൽ ഹരാന് കൊടുക്കുന്ന പടമെന്ന് വെച്ചാൽ അവൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നത് പോലത്തെ ആയിരുന്നു. ഇത് കണ്ട് നമ്മളുടെ ഹരാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. ആ സമയത്ത് തന്നെ നമ്മളുടെ ചാനായിരുന്നാലും ഇവളെ പ്രപ്പോസ് ചെയ്യുകയും ചെയ്യും. ഇവിടെ നമ്മളുടെ ഹരാൻ ഒന്നും നോക്കത്തില്ല, അപ്പോഴും തന്നെ ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ രണ്ടുപേരും കല്യാണം കഴിക്കാൻ തീരുമാനിക്കും. രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കിസ് ചെയ്യും. അതായത് ഇവിടെ വെച്ചിട്ടാണ് ഇവരുടെ രണ്ടുപേരുടെ സ്റ്റോറി ഇപ്പോൾ സ്റ്റാർട്ട് ആവുന്നത് തന്നെ. രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കും. ഈ ഒരു സീനോട് കൂടി നമ്മളുടെ ഇൻ യുവർ റേഡിയൻ സീസൺ എന്ന് പറഞ്ഞ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി ഈ സീരീസിനെ പറ്റിയിട്ട്? എനിക്കെന്തോ ആദ്യം തൊട്ടേ കണ്ടപ്പോഴേ ഈ സീരീസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനുള്ള എന്നാൽ നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു ഡ്രാമ. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ ആരായിരുന്നു? നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ. അപ്പോൾ അടുത്തൊരു കിടിലൻ ഡ്രാമയായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.